ശബരിമലയിൽ ഓരോ ദിവസവും വലിയ രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഒരു മഹാ തട്ടിപ്പ് തന്നെ ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ചിലപ്പോഴൊക്കെ ഒരു സംശയം ഉണ്ടാവുന്നത് ഈ ശബരിമലയിൽ കിട്ടിയ വരുമാനം അതെടുത്തിട്ടാണോ തിരുവനന്തപുരത്ത് പുതിയ AKG സെന്റർ പണിതത് എന്നൊരു സംശയവും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. കാരണം 10-20 വർഷമായി പടിപൂജ ഉൾപ്പെടെ ശബരിമലയിൽ വലിയ ആഘോഷങ്ങളിൽ പോലും വലിയ പൂജകളിൽ പോലും നിസാര ചെറിയ ഒരു അരവണ ടിന്നായിരുന്നാലും അതിൽ പോലും വലിയ തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇനിയും ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാൻ ബാക്കിയുണ്ട്. SIT അന്വേഷണം ഒരു തരത്തിലൊരു നനഞ്ഞ ഒരു പടക്കത്തെ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിലവിൽ പുറത്തു വരുന്ന സംശയങ്ങളിൽ ശ്രീകോവിലിന്റെ മുകളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ അതോ എന്തെങ്കിലും ഒരു മാറ്റം, അതായത് ശ്രീകോവിലിന് മുകളിൽ പൂശിയിരിക്കുന്നത് സ്വർണമാണോ അതിനു പകരം എന്തെങ്കിലും മുക്കുപണ്ടയം വല്ലതുമാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ മുകളിൽ അസാധാരണമായ രീതിയിൽ നിറവ്യത്യാസം കണ്ടെത്തിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീകോവിലിന്റെ മുകൾ ഭാഗത്ത് എന്തോ ദ്രാവകം ഒഴിച്ചതാണോ എന്ന സംശയം നിലവിൽ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ശബരിമലയിൽ നേരിട്ടെത്തി പരിശോധനകൾ നടത്തിവരികയാണ്. ശ്രീകോവിലിന്റെ സ്വർണം മേൽക്കൂരയിലെ നിറവ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള പ്രമുഖ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിച്ചേരുകയും സംശയകരമായ ഭാഗങ്ങളിൽ വിശദമായ പരിശോധന നടത്തുകയും ചെയ്തിരിക്കുകയാണ്. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ശ്രീകോവിലിന് മുകളിൽ ഒഴുകിയിറങ്ങിയത് നെയ്യാണ് എന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ഭക്തർ സമർപ്പിക്കുന്ന നെയ് വീണതാകാം ഇത് നിറവ്യത്യാസത്തിന് കാരണമായതെന്നാണ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം വിലയിരുത്തുന്നത്. എങ്കിലും സ്വർണ്ണപ്പാളികൾക്ക് മുകളിൽ ദ്രാവകം വീണെന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അധികൃതർ നടപടി സ്വീകരിച്ചു വരികയാണ്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള സ്വർണ്ണ ശ്രീകോവിലിൽ ഇത്തരമൊരു വ്യത്യാസം കണ്ടത് അധികൃതർ അതീവ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് പരിശോധനയ്ക്ക് SIT കഴിഞ്ഞ ദിവസം ഒരു പരിശോധന നടത്തിയിരുന്നു. പ്രഭാമണ്ഡലമടക്കം ഇളക്കിയാണ് പരിശോധന നടത്തിയത്. ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയായിരുന്നു SIT പരിശോധന നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ശ്രീകോവിലിൽ നിറവ്യത്യാസം കണ്ടെത്തി എന്ന വാർത്ത പുറത്തുവരുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് SIT നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് പ്രശാന്തിനോടും ബോർഡ് അംഗമായ അജികുമാറിനോടും അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ്. ഹൈക്കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോയ സംഭവത്തിലാണ് അന്വേഷണം. 2025 ഇടപാടുകളും അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായകമായ ഒരു നീക്കം SITയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനിടെയാണ് കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കാൻ SIT ഇന്ന് ശബരിമലയിലെത്തിയത്. പ്രഭാമണ്ഡലത്തിൽ നിന്നടക്കം സാമ്പിളുകൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കും. SITയും അന്വേഷണത്തിൽ തൃപ്തരല്ലെങ്കിൽ വീണ്ടും ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യതകൾ ഉണ്ടാകും. അതായത് ആരോഗ്യമന്ത്രി മുരളീധരൻ തന്നെ പറഞ്ഞതാണ്, ഇപ്പോൾ പിണറായി വിജയൻ നിയോഗിച്ച SIT സംഘം, അതായത് മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച SIT സംഘം ആ അന്വേഷണത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ ഇപ്പോഴത്തെ UDF സർക്കാരിന് ആ റിപ്പോർട്ട് ബോധ്യപ്പെട്ടിട്ടില്ല, അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളുണ്ടെങ്കിൽ വീണ്ടും ഒരു പുതിയ SITയെ നിയോഗിക്കുമെന്നാണ് UDF സർക്കാർ പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപട്ടികയിലുള്ളവർ അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നവർ തന്നെ വീണ്ടും ഈ ദേവസ്വം ബോർഡിന്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് അത് ഭക്തർക്ക് വലിയൊരു തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ മാറ്റി പുതിയ ഒരു തരത്തിലും തട്ടിപ്പോ അല്ലെങ്കിൽ അഴിമതിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബ്ലാക്ക് മാർക്ക് ഒന്നുമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ തന്നെ നിയമിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് മുഖ്യമന്ത്രിക്കടക്കം കോൺഗ്രസ് അനുകൂല സംഘടനകൾ തന്നെ മുഖ്യമന്ത്രിക്കടക്കം ഇപ്പോൾ ഒരു പരാതി നൽകിയിട്ടുണ്ട്. പിന്നാലെ നിയമനം തിരുത്തണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രിയും കത്ത് നൽകിയിട്ടുണ്ട്. ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണ്. കാരണം സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരെ ഉന്നത സ്ഥാനങ്ങളിൽ നിയോഗിച്ച തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ദേവസ്വം ബോർഡിനും കൊള്ളയിൽ പങ്കുള്ളതായി സർക്കാർ കണക്കാക്കുമെന്നാണ് മുരളീധരൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ നിയമനം റദ്ദാക്കാനും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. കാരണം ദേവസ്വം ബോർഡിന് മൊത്തത്തിലൊരു അഴിച്ചുപണി വേണ്ടി വരും എന്നാണ് മുരളീധരൻ തന്നെ പറയുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് എന്ന തരത്തിലാണ് SIT അടക്കം പറയുന്നത്. കാരണം പ്രസിഡന്റ് അടക്കം, ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റ് അടക്കം അറസ്റ്റിലായി ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇപ്പോൾ മുൻ പ്രസിഡന്റ് പ്രശാന്ത് ഇപ്പോൾ ചോദ്യം ചെയ്യലിന്റെ വലയിലാണ്. ഏത് സമയത്തും അറസ്റ്റിലാകാം എന്നുള്ള ഒരു നീക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പം ദേവസ്വം ബോർഡ് അറിയാതെ ഈ ശബരിമലയിൽ വലിയ തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും നടക്കൂല എന്ന് ആർക്കും അറിയാവുന്ന കാര്യമാണ്.